കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നല്ല അത്യുഗ്രം കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും കാലം പിങ്കിയുടെ മനസ്സ് ഗൗതമായിരുന്നു. പക്ഷേങ്കിൽ ആ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം തട്ടി തുടങ്ങുവാണ്. കാരണം അർജുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് പുല്ല വിലയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പൊ അർജുന്റെ അടുത്ത് നയന വന്നിട്ട് കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ കണ്ടു കഴിയുമ്പോൾ പിങ്കിക്ക് അതങ്ങോട്ട് സഹിക്കുന്നില്ല. പിങ്കി അറിയാതെ തന്നെ പിങ്കിയുടെ മനസ്സ് അർജുന്റെ പുറകെ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കാരണം പിങ്കിയുടെ മുന്നിൽ കൂടെയാണ് അർജുനെ കെട്ടിപ്പിടിച്ച് നയനെ പുറത്തേക്ക് പോകുന്നത്. ഈ കാഴ്ച പിങ്കിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ വന്ന് പവിത്ര മോഹിനിയൊക്കെ അരുന്ധതിയോട് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പം അരുന്ധതിക്ക് മനസ്സിലായി, ഇപ്പൊ ഒരു പക്ഷേങ്കില് പിങ്കിയുടെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ അത് ആളിക്കത്തും. അതൊരു പക്ഷെ അർജുനും പിങ്കിയും തമ്മിൽ ഒന്നിക്കാനായിട്ടുള്ള കാരണവും. പിന്നീട് അരുന്ധതി പറഞ്ഞതേ, ഞാൻ എന്തേലും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനാണ് ഇവിടുത്തെ കാർന്നോത്തി എന്ന് പറഞ്ഞാലും അർജുന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ആള് പിങ്കിയാണ്. പിങ്കിക്ക് ഒരു കുഴക്കമില്ല നയന അർജുനും തമ്മിൽ ഒരുമിച്ച് പോകുന്നതിന്. പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? പിന്നെ എനിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. എനിക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെങ്കില് നിങ്ങൾക്കാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അവൾക്കിട്ട് പണി കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കിയുടെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ വരുവാണ്. അങ്ങനെ അരുന്ധതി ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് മോഹിനി പറഞ്ഞതേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിങ്കി മോളെ. പക്ഷെ പിങ്കിക്ക് അങ്ങനെയല്ല. നീ അർജുന്റെ ഭാര്യയാണ്. പണ്ടത്തെ പോലെയല്ല. നീ അർജുനോട് കൂടുതൽ സ്നേഹം കാണിക്കണം. അർജുനോടൊപ്പം നീ ചുറ്റിക്കറങ്ങാൻ തുടങ്ങണം. ഒരു കാരണവശാലും ആ നയനെ വിടാൻ കൂട്ടാക്കരുത്. അർജുൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നീ പോണം. എങ്കിൽ മാത്രം ഇനിയിപ്പം ഞാൻ നോക്കിയിട്ടൊരു വഴി കാണത്തുള്ളൂ. അല്ലാതെ നയനെ കൂടെ പോകുന്ന സമയത്ത് നീ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്കൊരു പ്രചോദനോ. അത് മാത്രമല്ല, അർജുന്റെ കൂടെ നയന പോകുമ്പോ നീ പറയണം, പോകാൻ പറ്റില്ല, ഞാൻ അർജുന്റെ ഭാര്യ എന്ന് പറയണം. ആ ഒറ്റ വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ പവിത്ര പറഞ്ഞു, അന്ന ഒരു കാര്യം ചെയ്യാം. പിങ്കി ചേച്ചി ഇങ്ങനെ നിന്നു, ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതെ, ഞങ്ങൾക്ക് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും പരിധിയുണ്ട്. പക്ഷെങ്കില് ഭാര്യ എന്ന നിലയില് പിങ്കിക്ക് അങ്ങനെയല്ല. എല്ലാ അർത്ഥത്തിലും പിങ്കി അർജുന്റെ ഭാര്യയായിട്ടോ ഇനി കാര്യമുള്ളൂ. എന്നാൽ മാത്രം അർജുനെയും നയനയും തമ്മിൽ വേർപെടുത്താൻ സാധിക്കുള്ളൂ എന്ന് പറയാം. അല്ലെ അധികം വൈകാതെ തന്നെ പിങ്കി ഇവിടുന്ന് പുറത്താവും. ആ സ്ഥാനത്ത് നയന കയറിയിരിക്കും. ഇപ്പൊ വെല്ലുവിടുത്തി പറഞ്ഞു അത് തന്നെയാ. അവനവൻ ഇരിക്കുന്ന സ്ഥാനത്ത് അവിടെ കയറി ഇരുന്നെങ്കിൽ അവിടെ നായ കയറി ഇരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. പിങ്കി ആകെപ്പാടെ പ്ലിങ്ങി നിൽക്കുവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അർജുന് ഈ നയനയ്ക്ക് വരാൻ കണ്ട സമയം ആകെപ്പാടെ എല്ലാം താറുമാറായിട്ടുണ്ട്. ഇവിടുന്ന് പോണം എന്നോർത്തിരുന്ന ഇനിയിപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ താനെന്തിനാ പോണേ? അങ്ങനെ ഇപ്പൊ അർജുനെ മറ്റൊരു പെണ്ണിനെ വിട്ടുകൊടുത്തിട്ട് തനിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെയുള്ള നൂറ് ചിന്തകളൊക്കെ ആയിരുന്നു. ഈ സമയം നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രൊഫസറുടെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്ന എന്താ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഋതി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറയണ. എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ അയാൾ വല്ല വഴക്കും പറഞ്ഞെന്ന് ചോദിക്കും. അയാളുടെ അസൈൻമെന്റ് കൊണ്ടേ കാണിച്ചു. അയാളെ ചീത്ത പറയുക ചെയ്തെന്ന് പറയാണ്. പെട്ടെന്ന് ശ്രീതു പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അയാൾക്ക് എന്തോ ഒരു വൈരാഗ്യം ഉള്ള പോലെ ഉണ്ട് നന്ദ നിന്നോട്. ഒരു കാര്യം ചെയ്യാം, അതിനെ കാരണം ആദ്യം അന്വേഷിക്കാൻ പറയാണ്. നന്ദ പറഞ്ഞു, അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ ചുമ്മാ അയാളിനെ ഹരാസ് ചെയ്തോണ്ടിരിക്കുക. അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്താളാന്ന് പറയണ. അങ്ങനെ നന്ദ നേരെ വീട്ടിലേക്ക് വരിക. ഈ സമയം ഗൗതം ചോദിച്ചു, എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഞാൻ ആ വിജയശങ്കറിനെ ഒന്ന് കാണാന്ന് പറയണം. വേണ്ട, അത് ചിലപ്പോൾ അയാൾക്ക് പക ഉണ്ടാക്കാൻ കാരണമാവുള്ളൂ. എന്ത് പക ഉണ്ടാക്കിയെന്ന് ഞാൻ കാണാം. അയാളെ കണ്ട് സംസാരിക്കാം. അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയണമല്ലോ. നന്ദ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം നല്ല കൃത്യമായിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ട് അയാൾ എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. ഒരു കാരണവും ഇല്ലാതെയാ ഇന്ന് ബാക്കി സ്റ്റുഡൻസിന് മുന്നിൽ വെച്ച് ആ മെഡിക്കൽ കോളേജ് വെച്ച് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. കാരണം എനിക്ക് അയാൾ ഓരോന്ന് ചോദിക്കുമ്പോൾ തന്നെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ടെലസ്കോപ്പ് വെച്ച് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഗൗതം സാർ. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ മൈൻഡ് മാറിപ്പോയി. എന്നിട്ട് വെറുതെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞേ. സാരമില്ല, പോട്ടെ എന്ന് പറയണ്ട. ആ ഗൗതമത്തിന്റെ ഒരു വാക്ക് മതിയായിരുന്നു നന്ദയ്ക്ക് പിന്നെ ഊർജം വരാനായിട്ട്. കാരണം എന്തെങ്കിലും ആപത്തോ എന്തെങ്കിലും പ്രശ്നം വിഷമം വന്നു കഴിയുമ്പോൾ താങ്ങാൻ ആളുണ്ടല്ലോ എന്നൊരു ചിന്ത മതി. പിന്നെ ഏത് പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ചിന്ത നന്ദയുടെ ഉള്ളിലുണ്ട്. നന്ദ പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാന്ന് പറയണം. സാറിന്റെ പ്രശ്നം എന്താന്ന് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഗൗതം സാർ അതിനകത്ത് ഇടപെട്ടാൽ മതി എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം പിങ്കി ആകെപ്പാടെ അസ്വസ്ഥ. ഇതുവരെയായിട്ടും അർജുനും നയനയും പോയിട്ട് തിരികെ വന്നിട്ടില്ല.
അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് വഴിക്കണ്ണുമായിട്ട് നിൽക്കുന്ന സമയത്താണ് അർജുനെ കെട്ടിപ്പിടിച്ച് നയനെ അങ്ങോട്ട് വരുന്ന കണ്ട ബുള്ളറ്റിന്. ആ കാഴ്ച കണ്ട് പിങ്കിക്ക് ആ പടം സമനിലായിട്ടുന്ന പോലെ തോന്നി. കാരണം ഷൂട്ടിങ്ങിനാന്നും പറഞ്ഞ് പോയതാ. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ തന്നെ അർജുനോട് നയന പറഞ്ഞ് കൊള്ളായിരുന്നില്ലേ ഇന്നത്തെ ട്രിപ്പ്, ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ ട്രിപ്പ് പോകണമെന്ന് പറയാം. ഇതിപ്പോ ഷൂട്ടിംഗ് അല്ലായിരുന്നോ, ഇതിനേക്കാൾ നല്ലൊരു അടിപൊളി ട്രിപ്പ് പോകണമെന്ന് പറയാം. ഇങ്ങനെ പിങ്കി അവിടെ നിൽക്കുന്ന പോലും മൈൻഡ് ചെയ്യാതെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ കാഴ്ച കണ്ട് പിങ്കിക്ക് കണ്ട് സഹിച്ചില്ല. പിങ്കി പെട്ടെന്ന് എന്നിട്ട് ദേ ഇത്ര സമയം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അർജുൻ പറഞ്ഞു അതിപ്പോ പ്രത്യേകിച്ച് പറയാണ്ടോ, രാവിലെ പറഞ്ഞിട്ടല്ല പോയത്, എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു മാഗസിന്റെ, അപ്പൊ അതിനു വേണ്ടി പോയതാ. ഓഹോ, അല്ല ഇവളെ കൊണ്ടാൻ വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇവളുടെ വീട്ടിൽ ആൾക്കാരില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു അതിനിപ്പോ എന്താ, ഇതേ എന്റെ അപ്പച്ചനും മോളിലെ ഞാൻ കൊണ്ടുപോയെന്നോർത്ത് ഒന്നും കുഴപ്പമില്ലാന്ന് പറയണം. ഓ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കേണ്ട കാര്യമുണ്ട് അർജുൻ, നിനക്കൊരു പണിയില്ലേന്ന് ചോദിക്കാം. നയന പറഞ്ഞു പിങ്കി എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ, അർജുൻ എന്റെ കൂടെ വന്നോണ്ടാണോ? ദേ അർജുൻ, ദേ നീ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലേ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറി പോണേ. ഈ സമയം അർജുൻ ചോദിച്ചു നിനക്ക് എന്താ പിങ്കി ഇത്, ഞാൻ നയനോട് കൂടെ പോയാൽ നിനക്ക് എന്നാ കുഴപ്പം, നീ ആളുടെ കൂടെ പോകുന്ന എന്ത് പോകുന്ന ഞാൻ അന്വേഷിക്കാറുണ്ടോ, ഞാൻ എന്തേലും ചോദിക്കാൻ വന്നാൽ തന്നെ നീ എന്നെ കടിച്ച് തിന്നാൻ തന്നെ വരാറുള്ളേ, പിന്നെ നിനക്കിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അർജുൻ ചെറുതെ ചുമയ്ക്കുവാണ്. ഈ സമയം പിങ്കിക്ക് മനസ്സിലായി അർജുൻ എന്തോ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്. പക്ഷേങ്കില് അർജുന് പെട്ടെന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്താണ് നന്ദയും ഗൗതമും അങ്ങോട്ട് വരുന്നത്. ഗൗതം വന്നിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ശേഷം നന്ദ താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ നയനെ അവിടെ നിൽക്കുന്നുണ്ട്. നയനെ കണ്ടതും നന്ദ പറഞ്ഞതേ എനിക്ക് നയനോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യം, ഇങ്ങോട്ട് വാ പറയാന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോവാണ്. കാരണം നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, പിങ്കിയുടെ സ്വഭാവത്തിന് ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങി പോണെന്ന് പറഞ്ഞ് പിങ്കി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നയനെയാന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നയനെ വെച്ചൊരു കളി തന്നെ കളിക്കാം. പിങ്കി അർജുനെ സ്നേഹിക്കണമെങ്കിൽ ഇനിയിപ്പൊ നോക്കിയിട്ട് അത് മാത്രം ഒരു മാർഗമുള്ളൂ. അങ്ങനെ നയനയോട് ചോദിച്ചു ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ പോയാലും ചോദിക്കാം. ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയി, അതിനുശേഷം പിന്നെ ഹോട്ടൽ കയറി ഫുഡൊക്കെ കഴിച്ച് തിരികെ പോകുന്ന പറയാം. ആഹാ കൊള്ളാലോ. അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നയനെ അനുസരിക്കുമെന്ന് ചോദിക്കുക. എന്ത്? അതെ പിങ്കിയുടെ കാര്യത്തിലാ. പിങ്കി അർജുൻ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നയനയ്ക്ക് അറിയാവുന്ന എനിക്ക് അറിയില്ല എന്ന് പറയണം. എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയാം. അതുകൊണ്ടാണ് പറഞ്ഞേ അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം, അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നയന എന്നോടൊപ്പം നിൽക്കുമോന്ന് ചോദിക്കാം. ഇത് കേട്ട നയന പറഞ്ഞു ഞാനോ, അല്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. അതല്ല ഒരു പക്ഷേങ്കില് നയന അർജുന്റെ കാര്യത്തിൽ കൂടുതൽ ഇച്ചിരൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും നയന വെച്ച് ഞാന് അല്ല അങ്ങനെ ശ്രദ്ധിക്കുവാണെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടെന്ന് പറയാം. ഒരു പക്ഷേങ്കില് പിങ്കിയുടെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറി പിങ്കി അർജുനെ സ്നേഹിച്ചു തുടങ്ങും. നന്ദ പിന്നീട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുവാണ് നയനയ്ക്ക്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു ഓക്കെ എനിക്ക് അർജുനെ അത്ര ഇഷ്ടമാണ്. ഒരു കാലത്ത് ഞാൻ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന, പക്ഷെ ഇപ്പോഴങ്ങനെയില്ല. കാരണം അവൻ മറ്റൊരാളുടെ ഭർത്താവല്ലേ, പിന്നെ അവനെ ഞാൻ മോഹിക്കുന്നത് ശരിയല്ലോ. എന്റെ മനസ്സിൽ അങ്ങനെ ചിന്തകളൊന്നുമില്ല. പക്ഷെ ഞാൻ അവനോട് അടുപ്പം കാണിക്കുന്നത് അവനോട് ആ കുഞ്ഞുനാളിലുള്ള അടുപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടതും നയനോട് ശരിയാ ഞാൻ ചെയ്തോളാം, കാരണം രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന കാര്യമല്ലേ, എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറി പോവാ. പിന്നീട് അർജുൻ മുറിയിലിരിക്കും. അർജുന് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് നയന കയറി വരുന്നത്. നയന വന്നിട്ട് എന്താ അർജുൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അവിടെ നല്ല ജലദോഷമുണ്ട്, ഇന്നത്തെ ആ പോക്കൂടെ കൊണ്ടങ്ങോട്ട് ഏറ്റുപോയെന്ന് തോന്നേ, നല്ല തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയാം. ആണോ, അന്ന് ഇപ്പൊ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു നയന നേരെ അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ പോയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കാണ്ട് മരുന്നൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. ഇത് പിങ്കി കണ്ട് ഈ കാഴ്ച പിങ്കിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. പിങ്കി നോക്കിയപ്പോഴത്തേനും നയനെ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. മുറിയിലേക്ക് എന്നിട്ട് അർജുനും കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇന്നാ ഇത് വെച്ച് ആവി വലിക്കാൻ പറയണം. കുഴപ്പമില്ലടോ അത് കുറഞ്ഞോളും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ വലിക്കാനും പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് നയനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. നയനെ വെച്ചു കൊടുത്തപ്പോൾ അർജുൻ എന്ത് ചെയ്യണം, തല വഴി പുതപ്പെട്ട് മൂടി ആവി വലിക്കുവാണ്. ഈ സമയത്ത് നയനെ അടുത്തിരിക്കുക. അപ്പോഴാണ് പിങ്കി ഇത് കണ്ടോണ്ട് അങ്ങോട്ട് വന്നേ. പിങ്കിക്ക് സഹിച്ചില്ല, തങ്ങളുടെ ബെഡേ കയറിയാണ് രണ്ടുപേരും കൂടെ ഇരിക്കുന്നത്. അതും ഇപ്പോൾ ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കുന്നുണ്ട്. പിങ്കി പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു നീ എന്തോ നയനെ ഇവിടെ കാണിക്കണമെന്ന് ചോദിക്കുക. എന്താ കാണിക്കുന്നത് കണ്ടില്ലേ, ഇതേ അർജുന് ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കൊണ്ട് കൊടുത്താന്ന് പറയാം. വെള്ളം ചൂടാക്കി എന്തിന്, അർജുന് നല്ല ജലദോഷമുണ്ട്. ഓ അതൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ അർജുന്റെ ഭാര്യയെന്ന് പറയണം. ഓ ഭാര്യയായിട്ട് ഇതൊന്നും അറിഞ്ഞില്ലേ, അല്ല അർജുന് ജലദോഷം വന്നാൽ പോലും ഭാര്യയ്ക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് ചോദിക്കാം. അതെ എനിക്ക് അതൊക്കെ അറിയാം, ഞാൻ ചെയ്തോളാം എന്ന് പറയാം. എന്നിട്ടൊന്നും ചെയ്ത് കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഓഹോ അപ്പൊ ഞാനില്ലാത്ത ഗ്യാപ്പിൽ നീ കയറി ഇരിക്കുവല്ലേന്ന് ചോദിക്കാം. അതിപ്പോ പിങ്കിക്ക് അതിന്റെ ആവശ്യമില്ലേ, പിന്നെ എനിക്കിപ്പോ എന്താ കുഴപ്പം, ഞാൻ എന്റെ
പഴയ കുഞ്ഞുനാളിലെ മുതലുള്ള കൂട്ട അർജുന. അപ്പൊ അർജുന എന്തെങ്കിലും ഒരസുഖം വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് മുതൽ ഇങ്ങനെയായിരുന്നു, ഞാൻ അവനെ കെയർ ചെയ്യും. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെയും കെയർ ചെയ്യും. അതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തോണ്ടെന്ന് കൊടുത്തു എന്ന് പറയണം. പിന്നീട് കുറവുണ്ടോ അർജുൻ എന്നൊക്കെ ചോദിച്ച് നയനിരിക്കുക. ഇത് ഒട്ടും പിങ്കി അങ്ങോട്ട് സഹിച്ചില്ല. പെട്ടെന്ന് അർജുൻ പുതപ്പൊക്കെയാണ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല മതി എന്ന് പറയാണ്. പിങ്കി ചോദിച്ചു, അർജുൻ എന്നോടൊരു വാക്ക് പറയാൻ വരായിരുന്നോ? ഞാനും കൊണ്ടുവന്ന ആയ വരിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി തരില്ലായിരുന്നു ചോദിക്കും. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, ഇതൊക്കെ ആരും പറഞ്ഞിട്ട് വേണോ പിങ്കി ചെയ്യാനായിട്ട്? ഇതൊക്കെ നീ കണ്ടറിഞ്ഞേണ്ട കാര്യങ്ങളാ, നീ ചെയ്തില്ല, അതുകൊണ്ട് നയനെ കൊണ്ടു തന്നു, ഞാൻ ആവശ്യപ്പെട്ടു. ഇനി ഇതിന്റെ പേര് നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാണ്. ഇത്രങ്ങനെ നയനെ അങ്ങോട്ട് പോയി. നയനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് പിങ്കിക്ക് ആ പടം സമനിലേറ്റ് പോലെ തോന്നി. അർജുന് മനസ്സിലായി പഴയ പോലെയല്ല, പിങ്കിക്ക് എന്തൊക്കെയോ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുകളുണ്ട്. മുമ്പായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാത്ത ആളാ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അങ്ങനെ അർജുൻ എന്ത് ചെയ്യാണ്, അർജുൻ വയ്യാതാണ് അവിടെ കിടക്കുവാണ്. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയും വന്ന് കിടന്നു. പിങ്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അർജുൻ പതുക്കെ കിടന്ന് ഉറങ്ങുവാണ്. പിങ്കിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പിങ്കി ഒന്ന് തൊട്ട് നോക്കി അർജുനെ പനിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. തനിക്ക് പനി വന്നപ്പം തന്റെ അടുത്തിരുന്ന് തന്നെ നോക്കിയ ആളാണ്. പിങ്കിക്ക് ആ പാടെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തോ മുമ്പെങ്ങും ഇല്ലാത്തൊരു അടുപ്പം അർജുനോട് പിങ്കിക്ക് തോന്നി. ഒരു പക്ഷെ താൻ ചെയ്യുന്ന തെറ്റാണോ? ഇപ്പൊ ഗൗതമൻ ഇത്രയും കാലം മനസ്സിലുണ്ടായിരുന്നേ, പക്ഷെ ഗൗതമൻ നന്ദി ഒന്നിച്ചെന്നറിഞ്ഞപ്പോ തൊട്ട് പിങ്കിയുടെ മനസ്സിൽ ഇളക്കം തട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം താൻ ഗൗതത്തിനെ മോഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തന്റെ ഭർത്താവ് അർജുനാണ്. അത് മാത്രമല്ല അർജുനെ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് വന്നപ്പോഴത്തേനും ആകെപ്പാട് സമനിലയെത്തുന്നവർ തോന്നി. ആർക്കും വിട്ടുകൊടുക്കരുത്, അർജുനെ തനിക്ക് വേണം എന്നൊരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സിൽ. അങ്ങനെ ഉറയെ കിടക്കുന്ന അർജുനെ ദേഹത്ത് തൊട്ട് നോക്കിയിട്ട് പിങ്കി അവിടെ എഴുന്നേറ്റിരിക്കുകയാണ്. പിങ്കിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയൊക്കെ തോന്നി. ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അർജുന ശ്രദ്ധിച്ചു. തന്നെ ദേഹത്ത് ചൂടുണ്ടോന്നൊക്കെ നോക്കുന്ന അർജുന ശ്രദ്ധിച്ചു. അപ്പൊ അതിനർത്ഥം എന്താ, പിങ്കിക്ക് എന്തോ ഒരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് അർജുന് മനസ്സിലായി. കാരണം അർജുന്റെ മനസ്സ് മുഴുവൻ അന്നും ഇന്നും എന്നും പിങ്കി മാത്രമേ ഉള്ളൂ. പിങ്കി ഇത്രയൊക്കെ ആട്ടി പുറത്താക്കിയിട്ടും ഗൗതമേട്ടനാണ് അവളുടെ മനസ്സിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും തനിക്ക് അവളെ മറക്കാനോ ഒന്നിനും കഴിയില്ലെന്ന് അർജുന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ മാറ്റം അത് അർജുനെ കൂടുതൽ അങ്ങോട്ട് സന്തോഷിപ്പിക്കുകയോ ചെയ്തേ. അങ്ങനെ പിറ്റേ ദിവസം ആണെങ്കിൽ അർജുൻ പതുക്കെ എഴുന്നേറ്റ് വന്നിരിക്കുവാണ്. അർജുൻ എഴുന്നേറ്റ് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് നയന വരുവാണ്. നയന വന്നിട്ട് അർജുനോട് എങ്ങനെയുണ്ട്, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്ന് പറയണം. പിന്നീട് നയന പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇച്ചിരി പണിയുണ്ടെന്ന് പറയാം. എന്ത് പണി? ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഒന്ന് ഹാങ് ചെയ്യാണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് ഹാങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് ഫോട്ടോസുകളൊക്കെ അങ്ങോട്ട് വെക്കാനായിട്ട് ഒരു ചേറയിലേക്ക് കയറിയും കൂടി വെക്കുവാണ്. പെട്ടെന്നാണ് കാല് തെറ്റി താഴേക്ക് വീഴാൻ തുടങ്ങിയത്. ഈ സമയം അർജുൻ ഓടി വന്നങ്ങോട്ട് പിടിച്ചു, വട്ടം കയറി പിടിച്ചു നയനെ. രണ്ടുപേരും കൂടെ കെട്ടി പറഞ്ഞ് താഴേക്ക്. ഈ കാഴ്ച കണ്ടുകൊണ്ട് പിങ്കി അങ്ങോട്ട് വരുവാണ്. പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത്. പെട്ടെന്ന് പിങ്കി കൂടെ രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് അർജുനോട് എന്താ അർജുൻ എന്താ കാണിക്കണേന്ന് ചോദിക്കുക. എന്നിട്ട് നയന പറഞ്ഞു, കാലിന്ന് സ്ലിപ്പായി പോയതാ, ഭാഗ്യത്തിൽ അർജുൻ കയറി പിടിച്ചെന്ന് പറയണം. എനിക്ക് മനസ്സിലായി നിന്റെ സൂക്കേട് എന്താന്ന്. അതെ നിന്റെ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കരമായിട്ട് റേസ് ആവുക. കാണിച്ചു തരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാ. ചെന്നിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നത്. എന്താ പിങ്കി മോളെ എന്താ കാര്യം ചോദിക്കുകയാണ്. എന്താ കാര്യന്നോ, ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്കുക. എന്ത്? ഇവിടെ പല കൂത്തുകളും നടക്കുന്നുണ്ട്, കണ്ടില്ല കേട്ടെന്ന് വെച്ചാൽ എത്ര വെച്ചാൽ നടക്കണേ. ഒരു നയനപ്പിശാശ് വന്നിരിക്കുന്നു, അവള് മനുഷ്യനെ സ്വസ്ഥത കളയാൻ പോവാന്ന് പറയണ. അല്ല ഇപ്പൊ എന്ത് പറ്റി, പുതിയ പ്രശ്നം എന്താണോ? രണ്ടുപേരും അവിടെ കെട്ടി ഉരുണ്ട് മറിയുന്നുണ്ടെന്ന് പറയണ. അതാരൊക്കെയാ? പിന്നീട് നയന ആ സമയത്ത് അങ്ങോട്ട് വരണം. നയന വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ വീഴാൻ പോയ സമയത്ത് അർജുൻ എന്നെ ഒന്ന് കയറി പിടിച്ചു, ഞങ്ങൾ രണ്ടുപേരും താഴേക്ക് വീണു, അതാ പ്രശ്നം എന്ന് പറയണം. അതിനാണോ? അതിന് നീ എന്തിനാ പിങ്കി ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ വന്ന അന്ന് മുതലേ ശ്രദ്ധിക്കുന്ന അർജുന്റെ കാര്യത്തിൽ ഭാര്യയായി ഞാനുണ്ട്, പിന്നെ നീ കൂടുതൽ ഇടപെടണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് സുമുഖല അങ്ങോട്ട് വന്നേ. സുമുഖല വന്നിട്ട് നീ എന്തിനാ നയനയോട് ദേഷ്യപ്പെടുന്നേ? നിനക്ക് അതിന് അധികാരം ആദായം തന്നേന്ന് ചോദിക്കുകയാണ്. അതെ അധികാരത്തിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ ഭർത്താവ് അർജുന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടോളാം, വേറെ ആരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയണം. ഇത് കേട്ട് സുമംഗല പറഞ്ഞു, നീ അങ്ങനെയല്ല പറഞ്ഞേ, നീ ഇന്നോ നാളെ ഡിവോഴ്സ് വാങ്ങി പോകാനിരിക്കുന്നതല്ലേ, പിന്നെ നീ എന്തിനാ അവളെ പറയണെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു, ഡിവോഴ്സ് വാങ്ങി പോകണം വേണ്ടൊക്കെ ഞാൻ തീരുമാനിക്കും, അതിനകത്ത് അമ്മ ഇടപെടേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും സുമംഗല, ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ, അന്നൊന്ന് കണ്ടതിന്റെ കാര്യം, നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ അങ്ങോട്ട് പൊക്കുവാണ്. പിങ്കി പെട്ടെന്ന് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. തൊട്ടു പോരെന്ന് പറയണ എന്നെ. ഇത് കണ്ടതും കേട്ടതും പെട്ടെന്ന് തന്നെ നന്ദയും അതോടൊപ്പം തന്നെ മോഹിനിയും വല്ലാത്തൊരു അന്താളിപ്പോയി. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെയൊന്ന്. ഈ സമയം നന്ദ പെട്ടെന്ന് വന്നിട്ട് എന്താ കാണിക്കണം ചോദിച്ചാൽ രണ്ടുപേരെയും കൂടെ മാറ്റി വിടുവാണ്. പിങ്കിയോട് പിങ്കി നീ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറയണം. പിന്നെ എന്നെ അടിക്കാൻ വന്നാൽ ഞാനത് നോക്കിയും കണ്ട് നിൽക്കണോ? അടി മേടിച്ച് കൂട്ടുകൊണ്ട് നിൽക്കണോ? ഇവരുടെ മകൻ കാണിക്കുന്ന കൊള്ളരായ്മയ്ക്കെല്ലാം കൂട്ട് നിൽക്കണം എന്നാണോ പറയണേ എന്ന് ചോദിച്ചു. പിങ്കി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്.
ഈ സമയത്താണ് അരുന്ധതിയും കൂടെ വന്നത്. അരുന്ധതി അറിഞ്ഞ ഈ കാര്യങ്ങളല്ല. സുമംഗല പറഞ്ഞ് അവളെയും വെറുതെ വിടാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് അർജുനൻ ഡിവോഴ്സ് വാങ്ങി അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയാം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അതെ, അതെത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? ഒന്നുമല്ലേലും അർജുന്റെ ഭാര്യയല്ലേ പിങ്കി, ഒന്ന് ആലോചിച്ചിട്ട് പറയും. ഇനി എനിക്കൊന്നും ആലോചിക്കാനല്ല. അവളെപ്പോലെ ഒരു അഹങ്കാരി ഇനി വീട്ടിൽ വെച്ച് വാഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതി പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്ട് സുമക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം. എന്ത് പരിഹാരം? ഒരു പരിഹാരം ഇല്ല. എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ ഞാൻ അർജുനോട് പറയാൻ പോവാന്ന് പറയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് സുമംഗല അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അർജുൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ്റെ അടുത്തേക്ക് നയന വരുവാണ്. നയന വന്നിട്ടുണ്ട്, അതെ എനിക്കിതൊന്ന് പുറത്ത് പോകണം, എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാലോ എന്ന് പറയണം. അപ്പോഴത്തേനും പിങ്കി അങ്ങോട്ട് വന്നു. പിങ്കി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊന്നൊന്ന് പുറത്ത് പോകണം, എൻ്റെ കൂടെ അർജുൻ പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും അർജുൻ ആകെപ്പാടെ പെട്ടു. ഒരു വശത്ത് നയനയും വന്നിരിക്കുന്നു, ഒരു വശത്ത് പിങ്കിയും വന്നിരിക്കുന്നു. എന്താ അർജുൻ എൻ്റെ കൂടെ വരത്തില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് അർജുൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ നയനയോട് കൂടെ പോകാമെന്ന് പറഞ്ഞല്ലോ. ഓഹോ, അപ്പൊ എൻ്റെ കൂടെ വരത്തില്ലല്ലേ, നയനോട് കൂടെ പോകത്തുള്ളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അർജുൻ, ഇനിയിപ്പൊ എൻ്റെ കൂടെ വരണ്ട, ഞാൻ തന്നെ പോയിക്കോളാം, പിങ്കിയെ കൊണ്ട് പോയിക്കോളാൻ പറയണം. ഇത് കേട്ടതും പിങ്കിക്ക് ഒരു ആശ്വാസമായി, കൊള്ളാം, അവൾ അങ്ങനെ വിട്ടു തന്നിരിക്കുന്നു. ഇനി വേണം തനിക്ക് അർജുനെ തൻ്റെ വഴിക്ക് കൊണ്ടുപോകാനായിട്ട്. ഒരു കാരണവശാലും അർജുനെ നിനക്കാൻ വിട്ടു തരാൻ പോകുന്നില്ലടി. ഈ പിങ്കി ആരാന്ന് നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. അത് മാത്രമല്ല, ഇനി പിങ്കിയുടെ സ്വപ്നമാണെന്ന് അറിയത്തില്ല. അർജുന്റെ കൈ എടുത്തിട്ട് പിങ്കിയുടെ കൈ എടുത്തിട്ട് അർജുനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിപ്പോ സ്വപ്നം കാണുന്നതാണോ അത് സത്യമാണോ എന്ന് അറിയത്തില്ല. പിങ്കിയുടെ മനസ്സ് മാറി പിങ്കി ഇനിയിപ്പോ അർജുനായിട്ട് കൂടുതൽ അടുത്തോ എന്താ അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ഫുൾ വിശേഷം വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഉറപ്പാ, നയനയോട് വരവോടുകൂടി പിങ്കിക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അർജുനെ തട്ടിയെടുക്കുമോ എന്നുള്ള ആ ഒരു സ്വാർത്ഥത മൂലം അർജുനെ സ്വന്തമാക്കാനായിട്ട് പിങ്കി കിടന്ന് പെടാപ്പാട് വിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോ വിജയശങ്കർ ആരാണ് പിങ്കിയുടെ അങ്കിളാന്നുള്ള സത്യമൊക്കെ നന്ദ അറിയും. വിജയശങ്കറിനെ പൊളിച്ചെടുക്കുന്നുണ്ട് നന്ദ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.